ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സ് ആണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചിക്കൻ നഗറ്റ്സിനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണിലും കൂടി കുറച്ച് കുറവ് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്. അപ്പോൾ സോയ സോസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. കയ്യിൽ ഒട്ടാത്ത വിധത്തിൽ ഇതിങ്ങനെ കിട്ടും. ഇനി ഇത് ഞാനൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കയ്യിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാണെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പരത്തിയിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് ഓയിലോ അങ്ങനെ ഒന്നും തന്നെ തൂത്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു ചിക്കൻ്റെ മിക്സ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പരത്തിയെടുക്കുവാണ്. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാട് തിന്നും ആക്കണ്ട, ഒരുപാട് തിക്കും ആക്കണ്ട. ഒരുപാട് തിക്കാക്കിയാൽ നമ്മളത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ അതൊന്ന് ഇങ്ങനെ പൊങ്ങിയതുപോലൊക്കെ വരും. അതുകൊണ്ട് തീരെ അങ്ങ് തിന്നും ആക്കണ്ട, തീരെ തിക്കും ആക്കണ്ട. ഒരു മീഡിയം സൈസിൽ മതി. എന്നിട്ട് ഇതുപോലെ അങ്ങ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഇതിങ്ങനെ അങ്ങ് എടുത്തിട്ട് ഒന്നുകൂടെ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം സൈഡ് വരുമ്പോൾ ഷേപ്പ് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഷേപ്പ് ആക്കി കൊടുക്കാം ഒന്നുകൂടെ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കണ്ടോ? അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ ഷേപ്പ് ആക്കി എടുത്തതാണ്. ഇനി ഇത് മൈദയിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പ്ലെയിൻ മൈദയാണ്, ഇതിലൊന്നും തന്നെ ചേർത്തിട്ടില്ല. പ്ലെയിൻ മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം ഇത് ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലേക്കിട്ട് അതിലും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിലേക്കിട്ട് നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ നഗറ്റ്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്യാം. അതിൻ്റെ തണുപ്പൊന്നും മാറ്റണ്ട, ഡയറക്റ്റ് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതെല്ലാം തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ നഗറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നഗറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. കളറ് മാറുമ്പോൾ മാത്രം തിരിച്ചാൽ മതി, അല്ലാതെ ഇട്ട പാടെ ഒന്ന് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ അങ്ങ് പോകും. അപ്പോൾ കണ്ടോ, ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ സൈഡിലും ഈവൻ ആയിട്ടുള്ള ഒരു കളറ് വരുന്നത് വരെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ നഗറ്റ്സ്. കണ്ടോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്നാക്കാണ്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.